പല മേഖലകളിലും പലയിടത്തും കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യയും വലിയ ആശങ്കയിലാണ്. യുദ്ധം നീണ്ടാൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയായിരിക്കും രാജ്യം നേരിടുക. ഖത്തർ പ്രകൃതിവാതക മേഖലയെ ഇറാൻ ലക്ഷ്യമിടുന്നതും ഇന്ത്യക്ക് തിരിച്ചടിയാകും. വിവരങ്ങളുമായി ശരത് ലാൽ കൂടി ചേരുന്നുണ്ട്. ശരത്ത്, ഇന്ത്യക്ക് ഈ സാഹചര്യം കൂടുതൽ ഗുരുതരമായ ഒരവസ്ഥ സൃഷ്ടിക്കും എന്നുള്ള വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഖത്തറിന് നേരെ ഇറാന്റെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ എന്താണ് വിശദാംശം? ഹർഷൻ, ഭയപ്പെട്ട് തന്നെ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. ഖത്തറാണ് ഇന്ത്യയിലെ LNG, അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകത്തിന് ഏറ്റവും വലിയ സപ്ലയർ. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതം ഇറക്കുമതി ചെയ്യുന്നത് ഖത്തറിലാണ്. നമ്മളെ CNG അടക്കമുള്ള അല്ലെങ്കിൽ LPG അടക്കമുള്ള വീട്ടിലുള്ള ഗ്യാസ് അടക്കമുള്ള മുഴുവൻ പ്രകൃതിവാതക സാധന LNG ഇറക്കുമതി ഖത്തറിലാണ്. ഈ ഖത്തർ ഇപ്പോൾ തങ്ങളുടെ പ്രൊഡക്ഷൻ, അതായത് ഖത്തർ എനർജി LNG പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ്. കാരണം ഇന്നലെ ഉണ്ടായ 2 ഡ്രോൺ അറ്റാക്കുകളിൽ അവരുടെ പ്രധാനപ്പെട്ട വാതക മേഖലയിൽ ഖത്തർ എനർജിയുടെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തീപിടുത്തമുണ്ടായി, അല്ലെങ്കിൽ സ്ഫോടനമുണ്ടായി. ഇതേ തുടർന്നാണ് ഖത്തർ എനർജി ഇപ്പോൾ LNG പ്രകൃതിവാതത്തിന്റെ ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ ലോകത്തെ 25% പ്രകൃതിവാതം ഉൽപ്പാദിപ്പിക്കുന്ന ഖത്തറാണ്. ഖത്തറിനുണ്ടായ ഈ തിരിച്ചടി, അത് 89% ഉൽപ്പാദനമാണ് ഇപ്പോൾ ഇന്നലെ നിർത്തിവെച്ചത്. അതോടുകൂടി തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റിൽ 39% ഇപ്പോൾ വില കൂടിയിരിക്കുന്നത്. LNGയെ സംബന്ധിച്ചിടത്തോളം 700 കപ്പലുകളാണ് വിവിധ തുറമുഖങ്ങളിൽ LNGക്ക് വേണ്ടി കാത്തുകിടക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള LNG സപ്ലൈ തടയാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. എന്തു പറഞ്ഞാലും ഇനി ഇന്ത്യയെ സംബന്ധിച്ചോളം റഷ്യയിൽ നിന്ന് LNG വാങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂ. അത് അമേരിക്കയുടെ സമ്മർദ്ദമുണ്ട്, തീരുവയുണ്ട്. റഷ്യയായിട്ട് പെട്രോൾ അല്ല ക്രൂഡ് ഓയിൽ വാങ്ങരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ വീണ്ടും ഇന്ത്യയെ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. പറയുകയാണെങ്കിൽ യുദ്ധം 4 ആഴ്ച നീളുകയാണെങ്കിൽ ആ വിശദാംശങ്ങളിലേക്ക് കൂടി വീണ്ടും തിരിച്ചു വരാം. ഇവിടെ കൊച്ചിയിലാണെങ്കിലും ഇവിടുത്തെ പോർട്ടിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആകപ്പാടെ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കയറ്റുമതിയെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വിശദമായി വരുന്ന നിമിഷങ്ങളിൽ പരിശോധിക്കാം. അതിനു മുൻപ് ചരിത്രപ്രസിദ്ധമായ